ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് 4-ാമത്തെ അധ്യായം. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുതാ ജയ. അഷ്ടകർമ്മങ്ങൾ വർജിക്കേണമേ വ്രതത്തിങ്കൾ എട്ടും ചൊല്ലുവൻ കേട്ടു കൊണ്ടാലും മഹീപതേ. രാത്രോ ഭക്ഷണം തൈലാഭ്യംഗവും പകൽ നിദ്ര പാർത്ഥിവോത്തമാകാംസ്യ ഭോജനം ഘടാനിദ്ര. നിഷിദ്ധമായ വസ്തു ഭുജിക്കുന്നതും പിന്നെ നിഷിദ്ധം തന്നെ ജലം എടുത്താടിയിടുന്നതും. കേട്ടാലും രണ്ടു പരിവൃത്തി ഭക്ഷണമിവ എട്ടും വർജിക്ക വേണം ഉത്തമവ്രതത്തിനു. ബ്രഹ്മപത്രത്തിൽ അന്നം ഭക്തൈവ ഭുജിച്ചാകിൽ നിർമ്മലേ വിഷ്ണുലോകേ പതിക്കായി വരുമെന്നാൾ. പാദസഞ്ചാരി ഖേദം പൂണ്ടുവന്നിടുന്നോരു ഭൂദേവൻ തന്നെ ചെന്നു വന്ദനം ചെയ്തു ഭക്ത്യ. പാദക്ഷാളനം ചെയ്തു തത്തീർത്ഥം ശിരസിങ്കൽ മോദത്തെ പൂണ്ടു ധരിച്ചിടുന്ന പുമാലടോ. ഗംഗാദി സർവതീർത്ഥ സ്നാനത്തിനൊക്കുമെന്നാൽ മംഗലാത്മാവായുള്ള മനുഷ്യനറിഞ്ഞാലും. തൽക്കാല സ്നാന വ്രത ബ്രഹ്മപുത്രേഷു ഗുപ്തം മുഖ്യകർമ്മങ്ങൾ രണ്ടും വൈശാഖേ ചെയ്യാത്തവൻ. ഗർഭഗർഭം തന്നിൽ തുരകപുത്രനായി വിദ്രുതം ഉത്ഭവിച്ചു ദുർഭാഗ്യാൽ ദുഃഖിച്ചിടും. ക്ലേശങ്ങളില്ലാത്തവൻ സ്വസ്ഥനായി തന്നെ വൃഥാ വൈശാഖ കർമ്മമൊന്നും ചെയ്യാകീലവൻ. പിന്നെ ചണ്ഡാലകുലം തന്നിൽ ജനിച്ചു പിന്നെ അവൻ ചണ്ഡകർമ്മങ്ങൾ ചെയ്തു ദുഷ്കൃതം വർദ്ധിപ്പിക്കും. സ്നാനം തൽക്കാലേ പാത്രേ ജലം കൊണ്ടാശു ചെയ്താൽ ശ്വാനജന്മത്തെ ശതം സിദ്ധിക്കും അവനടോ. ഇച്ചൊന്ന മുഖ്യവ്രതം നിന്ദിച്ചിടുന്ന പുമാൻ നിശ്ചയം പിശാച ജന്മത്തിങ്കൾ ഭവിച്ചിടും. ധന്യമാം നദി തന്നിൽ വൈശാഖ സ്നാനം ചെയ്താൽ സപ്തജന്മനി മുന്നം ചെയ്ത പാപങ്ങളെല്ലാം അപ്പോഴേ നശിച്ചിടും വിഷ്ണുകൽപ്പിതമല്ല. സപ്തകാ നദീജലേ തൽവ്രത സ്നാനം ചെയ്താൽ അല്പമല്ലതീനുടെ സൽഫലം നിരൂപിച്ചാൽ മുൽപ്പാടുകൂടി ജന്മപാപങ്ങൾ നശിച്ചുടൻ. അപ്പോഴേ വിഷ്ണുലോകം ശില്പമായി പ്രാപിച്ചിടും. ദേവകൾ കുളിച്ചുള്ള കുളത്തിൽ കുളിച്ചാകിൽ ഏവമാം ജന്മപാപം പോകുമെന്നറി ഭൂപ മറ്റുള്ള ബഹിർജലേ മുറ്റും വൈകാതെ കാലം. തെറ്റാതെ വ്രതസ്നാനം ചെറ്റു ചെയ്തിടുന്നാകിൽ പറ്റുമാറുള്ള പാപം മറ്റമില്ലാതെയുള്ള തറ്റുകൂടും. പിന്നെ തെറ്റെന്നു ഗതി വരും ഗോഷ്പത ജലം തോറും സർവതീർത്ഥങ്ങളുണ്ടെന്നു പൂവിൽ ഭക്തിപൂർവം മാധവേ സ്നാനം ചെയ്താൽ ഉളവാകിയ പാപം കളഞ്ഞ് നളിനാക്ഷൻ. അളവില്ലാതെ സുഖമുളവാക്കിയിടുമല്ലോ രസത്തിൽ അധികമാം ക്ഷീരമെന്നതുപോലെ. ക്ഷീരത്തിൽ അധികമാം ദതി എന്നതും നൂനം ദതിയിൽ അധികമായുള്ളതു വ്രതമേവം. മധുസൂദന പ്രിയ ഭൂപതേ കേട്ടാലും നീ കാർത്തിക മാസാൾ പരം മുഖ്യമാം മാഘമാസം. പാർത്ഥിവമാകാൽ പരം വൈശാഖമാസമല്ലോ. തൽക്കാലത്തൽപകർമ്മം കൊണ്ടു വർദ്ധിക്കും പുണ്യം. ചൊൽക്കൊള്ളും കടബീജം കണക്കെ ഭവിച്ചിടും. ആര്യനാകിലും അന്യദാസനാകിലും പിന്നെ ശ്ലാഘ്യനാകിലും പിന്നെ ദരിദ്രനെന്നാകിലും തന്നെ ധനത്തിനു തക്കവയല്ലോ ദാനം. ധന്യനല്ലെന്നു വന്നാൽ ഒന്നു ചെയ്യണം പിന്നെ ഫലമൂലങ്ങൾ ശാഖം ലവണം കുളം കാഷ്ടം ജലപാത്രവും ജലം ദതി നെയ് ക്ഷീരം തക്രം ദാനങ്ങൾ മറ്റും ഫല ചെയ്താകിൽ സുഖം വരും. ദാനം ചെയ്യാകിലൊന്നുമെങ്ങുമേ കിട്ടാ പിന്നെ കിഞ്ചന ദാനമത്ര ചെയ്താകിൽ സ്വർഗേ ചെന്നാൾ. ചഞ്ചലമേതുമില്ല ബഹുലം ഭുജിച്ചിടാം ഇവിടെ ദാനം ചെയ്തിടാത്തതോ പുനരേതും എവിടെ ചെന്നാലും സിദ്ധിക്കുമാറില്ലയടോ.
ബ്രഹ്മാതിദേവകൾക്കും ഈ വണ്ണം തന്നെ സർവം നിർമ്മലം അതേ മനുജാതിക്കു ചൊല്ലേണമോ. ദാനങ്ങൾ ചെയ്തിടാകിൽ ദാരിദ്ര്യം ഫലമെടോ. മന്നവാ ദാരിദ്ര്യത്താൽ പാപങ്ങൾ വന്നുകൂടും. പാപത്താൽ അവശനായ ആപത്തും വന്നുകൂടും. പാപങ്ങൾ നശിപ്പാനായി ദാനം കർത്തവ്യമത്രേ. നല്ലൊരു ഗ്രഹം തന്നിൽ വേണ്ടുന്ന വസ്തുവൊന്നും ഇല്ല ഞാൻ എന്തു ഗ്രഹം കൊണ്ടുള്ള സുഖമെടോ. എന്നതുപോലെ തന്നെ വൈശാഖ കർമ്മം വിട്ടുള്ള അന്യകർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി വന്നിടും. വിധുനേർമുഖിയുടെ സൗന്ദര്യ ഗുണങ്ങളാൽ വിധവയായാൽ പിന്നെ എന്തൊരു ഫലമെടോ. സർവഭൂഷണം പൂണ്ടു തിലകം ധരിച്ചവൾ പാർവണ ശശിമുഖി നഗ്ന എന്നതുപോലെ സർവസമ്പന്ന ഗുണയുക്തനാം പുമാനുള്ളിൽ ഉർവീശ കൃപ പുനരില്ല ഞാലെന്തോ ഫലം. ലവണഹീനാശാകം പോലെ വൈശാഖഹീനം അവനീതലേ ചെയ്ത പുണ്യങ്ങൾ സർവം വൃത. അതിഥി പൂജ ചെയ്തിടാകിലുമേവം തന്നെ കഥകളിനിയും കേളധിക ഗുണാംബുദേ. മാധവമാസേ ഉഷസ്തുത്തായ സ്നാനം കൃത്വ മാധവൻ തന്നെ ഹൃദി ചിന്തിച്ചു ഭക്തിയോടെ. മധുസൂദനൻ തന്നെ പൂജിച്ചിടാതെയുള്ളോരഥവൻ നരകത്തിൽ ചേരുമെന്നറിഞ്ഞാലും തീർത്ഥസ്നാനാതീതപോ യജ്ഞദാനങ്ങൾക്കെല്ലാം ഓർത്തുകൊള്ളുകധികമാം ഫലം മാധവമാസേ. മധുസൂദന വിഷ്ണു ദേവദേവേശ കൃഷ്ണ മാധവേ മേഷേരവോ പ്രാതസ്നാനം ചെയ്യുന്നേൻ. സർവവിഘ്നവും ദൂർത്തു രക്ഷിക്ക ദയാനിധേ സർവലോകേശ പൂറ്റി നമസ്തേ നമോ നമ. ഇങ്ങനെ ചൊല്ലി സ്നാനം ചെയ്തു കൊള്ളുന്നാകിലോ മംഗലാത്മാവാം വിഷ്ണു ഭഗവാൻ പ്രസാദിക്കും. അന്തണരെല്ലാം അരുണോദയെ കുളിച്ചൂത്തു സന്ധ്യാവന്ദനം ചെയ്തു സാദരം ഭക്തിയോടെ. സന്തോഷാനിതം ഗുരുതങ്കേന്നു ഗ്രഹിച്ചോരു മന്ത്രവും ചൊല്ലി സ്നാനം ചെയ്യണം നൃപോത്തമ. ധ്യാനമന്ത്രങ്ങളോടും തർപ്പിക്ക ഭഗവാനെ പിന്നെയും തീർത്ഥങ്ങൾക്കു തർപ്പണം ചെയ്തിടേണം. പിന്നെയും വിരിഞ്ചാതി ദേവത സമൂഹങ്ങൾ കൊന്നിച്ചു മുനിമാർക്കും ധർമ്മരാജനുമേവം. 4 തർപ്പണത്തിനും വെവ്വേറെ മന്ത്രങ്ങളും കാലേ ഞാൻ ചൊന്നേൻ പൂർവം ഭൂപതേ സ്നാനമന്ത്രം. പിന്നെയും ഒന്നു കുളിക്കേണം ഭൂദേവജനം ധന്യവസ്ത്രവും ധരിച്ചാസ്തയാ ഭഗവാനെ. ആവോളം അലങ്കാരത്തോടും പൂജിച്ചു നിത്യം കേവലം ഭക്തിപൂർവം തിക്കഥ കേട്ടുകൊണ്ടാൽ കോടി ജന്മാർജിതങ്ങളായുള്ള പാപമെല്ലാം ഓടിപ്പോയകന്നീടും കരസ്ഥമല്ല മോക്ഷം. ഇത്തരം ചെയ്യുന്നവൻ ദുഃഖിക്കയില്ല ഭൂമോ. സത്യം ചൊന്നതു നരകത്തിലും വാണിയിടേണ്ട. ജനനീ ഗർഭേയവർ പോകുമോ ശിവ ശിവ. തനുമാനാകയില്ല സ്നേഹമേതുമേയില്ല. ഈ വ്രതം നിന്ദിച്ചൊട്ടു ഭാജനെ ഭുജിക്കയും പാവന കഥ ഇതു കേളാതെയിരിക്കയും. സ്നാനദാനാദി ചൊന്നതൊന്നുമേ ചെയ്യാത്തവൻ ദീനനായി തന്നെ ഘോര നരകേ വാഴും ചിരം. ബ്രഹ്മഹത്യാദി ദോഷം തീർന്നിടും പണിപെട്ടാൽ നിർമ്മലം മേഷസ്നാനം ചെയ്യാത്ത ദോഷം തീര. സ്വാധീനമല്ലാതോനു സ്വാധീനമല്ലോ ജലം. മാധവേ ശീതം നഹി സ്നാനത്തിനെന്തു ദണ്ഡം. നാവിനില്ലേതും ദണ്ഡം നാമങ്ങൾ ഉച്ചരിപ്പാൻ ജീവിതമെന്നാകിലോ ഈ വക ചെയ്തിടാഞ്ഞാൽ. ജീവിത ശവമെന്നു ചൊല്ലാടാം അവൻ തന്നെ വല്ല പുഷ്പങ്ങൾ കൊണ്ടും ഈശനെ പൂജിക്കായ്കൾ ഇല്ല സംശയമേതും. സുഖരനവൻ തന്നെ തുളസീദളം കൊണ്ടു നളിനദളാക്ഷനെ. തെളിവേറും വൈശാഖേ കളിയോടർച്ചിക്കിലും കൂടി ജന്മങ്ങൾ സാർവഭൗമത്വം ലഭിച്ചവൻ. കൂടി വംശത്തോടതീതരനെ പ്രാപിച്ചിടാം. ചൊല്ലിനെ 4 അധ്യായം തന്നിലെ കഥ ഇതോ. ചൊല്ലുവാൻ പണിശേഷമെങ്കിലും കേട്ടുകൊള്ളുക ഇതി വൈശാഖമാഹാത്മ്യേ ചതുർത്ഥോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.